ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ 6 പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാർട്ട് ടൈം സ്വീപ്പർമാർക്കാണ് നോട്ടീസ് നൽകിയത്. തട്ടിയെടുത്ത തുക 18% പലിശ സഹിതം പണം തിരിച്ചടയ്ക്കാമെന്നാണ് നോട്ടീസ്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, ഓരോ വകുപ്പിലെ ഓരോരുത്തർക്കായിട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഏത് വിധേനയാണ് ഇപ്പോൾ ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടന്നു വരുന്നത്? സംഗീത, ആകെ 1458 പേരാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉള്ളത്. അനധികൃതമായി ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയത് ഇത്രയും ആളുകളാണ്. അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഓരോ വകുപ്പിലും ഈ നടപടി തുടരുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വിവിധ വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവിതരണ വകുപ്പിലാണ് ഇത്തരത്തിൽ 6 ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 18% പലിശ സഹിതം ഈ തുക തിരിച്ച് അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇവർ കാരണം കാണിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അത് മതിയായ കാരണം ഉണ്ടായില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് നോട്ടീസ് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആദ്യം നടപടി വന്നത് കൃഷി വകുപ്പിലാണ്. അവിടെ 6 പേർക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ചടി വകുപ്പിൽ ഇന്നലെ 6 പേർക്ക് നോട്ടീസ് നൽകി. അങ്ങനെ ഇത്തരത്തിൽ ഈ നടപടി വരും ദിവസം തുടരുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ശരി ബിനിൽ.